ഒരു യങ്സ്റ്റർ ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കൊരു ആക്ടിങ്ങിലേക്ക് എത്തണം. എന്താണ് പ്രൈമറിലി ചെയ്യേണ്ടത്? ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം ഹൗ ടു ബിക്കം ആൻ ആക്ടർ? മനുഷ്യന്മാരുടെ പലതരം മനുഷ്യന്മാരെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് അല്ലെങ്കിൽ കിട്ടും. പലതരം ആൾക്കാരുടെ കഥ കേൾക്കുമ്പോൾ തന്നെ ഉം. നമുക്കൊരു ഐഡിയ കിട്ടും. ഉം. പിന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഇതിന്റെ തിയറിയും പഠിക്കാൻ പറ്റും. ഉം. തിയറി പഠിച്ചിട്ട് അങ്ങനെ ആ തിയറി എല്ലാ സിനിമയിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ഉം. പക്ഷെ ആ ബേസ് അറിയാൻ വേണ്ടി. അപ്പോൾ ആ തിയറിയും പിന്നെ നമ്മുടെ ഒബ്സർവേഷനും നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും എല്ലാം കൂടിയിട്ടാണ് ആക്ടിങ് ഉണ്ടാവുന്നതെന്നാണ് അല്ലേ? അതെ അതെ, അതിന്റെ ഒരു- ഒബ്സർവേഷൻ ആണ് കൂടുതലും. എങ്ങനെയാണ് ഈ എന്തൊക്കെയാണെന്നുള്ളത്. സിനിമയിലേക്ക് എൻട്രി കിട്ടാൻ സ്കിൽഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒബ്സർവേഷൻ ആൻഡ് കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളത്. അപ്പം കേറാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ ഇപ്പം? അത് ഒരു വഴിയല്ല എല്ലാവർക്കും. ഉം. ഞാൻ സിനിമയിലേക്ക് കയറിയ പോലെയല്ല ഇവൻ സിനിമയിലേക്ക് കയറിയിരിക്കുന്നത്. ഉം. അതുപോലെ ആയിരിക്കില്ല വേറൊരു ആള് കയറിയിരിക്കുന്നത്. പക്ഷെ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥിരോത്സാഹം ഉം. ആയിരിക്കും അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം. ഒട്ടും എളുപ്പമായിരിക്കില്ല അത്. Yes. പിന്നെ കേറിയാലും ഇത് നിലനിൽക്കാൻ അതെ. ഒട്ടും എളുപ്പമല്ല. എവിടെയെങ്കിലും എത്തി പിന്നെ ഇരുന്നിട്ട് കാല് നീട്ടാമെന്ന് വെച്ചാൽ അങ്ങനെ കാല് നീട്ടാനൊന്നും പറ്റുന്നില്ല. ഇതൊരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണ്. ഉം. പക്ഷെ ആ കോൺസ്റ്റന്റ് സ്ട്രഗിളിന് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ചെറിയ ചെറിയ എന്താ പറയാ നമുക്ക് റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഉം. ആ റിവാർഡ്സ് ആണ് നമ്മളെ ഫർദർ സ്ട്രഗിള് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. Okay. ഉള്ളിടത്തോളം കാലം, എത്ര കാലം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നോക്കും. എത്ര മണിക്കൂറുകൾ അവരും ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.